എങ്ങനെയുണ്ട്? ഓ, നിന്റെ തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് നിനക്ക് ഡാൻസും കോപ്പും ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നടാ? ഏതായാലും നിന്റെ കാര്യം പോക്ക. ഞാൻ എന്റെ ലൈഫെങ്കിലും ഭാസുരമാക്കട്ടെ. ഓവർ സ്മാർട്ട് ആവാതെ. വേണ്ടി വന്ന നിന്നെ ഇതിനകത്ത് കയറ്റാൻ എനിക്ക് അറിയാമല്ലഞ്ഞിട്ടല്ല. നീ യമുനയെ തട്ടിക്കൊണ്ടുപോകാമെന്ന് ചാരനാണെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് ഞാൻ പുല്ലുപോലെ ഇറങ്ങിപ്പോവും. കിടക്കണോ എനിക്കതിനകത്ത്? ഞാൻ തമാശ പറഞ്ഞല്ലേ. അടി ഉറപ്പില്ലേ? ഞാൻ ബീനെ പ്രേമിച്ച് തന്നെ നിന്നെ യമുനെ ഇവിടുന്ന് മോചിപ്പിക്കാൻ വേണ്ടിയല്ലേ. സ്വന്തം സുഹൃത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ആര് ചെയ്യും? എന്റെയാണ് നീ. മറ്റുള്ള രോഗികളെ പോലെ പ്രഭാകരൻ സാറിന് സിസ്റ്റർ കാണരുത്. ഒരു കലാകാരന്റെ ജീവിതം വളരെ വിലപിടിപ്പുള്ളതാണ്. ഹലോ, വേഗം ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത്. ഇനി ഇഞ്ചക്ഷൻ ആവശ്യമുണ്ടോ? ഇഞ്ചക്ഷന്റെ ആവശ്യമുണ്ട്, കൊടുക്കണം. വന്നേ ഒരു മിനിറ്റ്. എന്താ? വാ. കുഞ്ഞിരാമൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി? 5-6 കൊല്ലമായിക്കണം. അതാണ് കുഴപ്പം. എന്ത് കുഴപ്പം? അല്ല, നല്ലൊരു കലാകാരന്റെ ജീവിതം ഇവിടെ കിടന്ന് നശിച്ചു പോയല്ലോ. സാരമില്ല, ഞങ്ങളുടെ വിശ്വകലാ തിയേറ്റേഴ്സിൽ ഞങ്ങളൊരു ചാൻസ് ചേട്ടന് വാങ്ങിച്ചു തരാം. എന്നാ പ്രഭാകരൻ സാറിനെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഒരു സിസ്റ്റർ. എങ്ങനെയുണ്ട്? ഈ കുഞ്ഞിരാമനെ കയ്യിലെടുത്ത് ഓപ്പറേഷന്റെ 3-ാം ഘട്ടം നമ്മൾ ആരംഭിക്കും. കൈയോട്. അപ്പൊ നമ്മൾ 4-ാം ഘട്ടത്തിൽ ആരെ പിടിക്കും? ആകാശവാണി സംസ്കൃതത്തിൽ വാർത്തകൾ വായിക്കുന്നത് ശങ്കരവേലു. എം ആകാശവാണി സംപ്രതി വാർത്താഹ സുയന്താം പ്രവാചക ബലദേവാനന്ദ സാഗര ശ്രീഹരിക്കോട്ടയാം റോക്കറ്റാം വിക്ഷേപണാഹ മൂക്കുംകുത്ത് വീണാഹ 32 കോടി പോയാഹ. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? എടാ പോളെ, നീയായിരുന്നു. ഓഹോ, താനാണോ? താൻ എന്നെ വണ്ടി എത്തി കൊല്ലാൻ നോക്കിയാണല്ലേ? കൊള്ളാം. തേടിയ വള്ളി കാലി ചുറ്റെന്ന് പറഞ്ഞ പോലെയായി. നിങ്ങളിത് എവിടെ ആയിരുന്നു മക്കളെ? ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങിയ നാളെ എത്രയാണെന്ന് അറിയാവോ? താൻ എന്തിനാ ഞങ്ങൾ അന്വേഷിക്കുന്നത്? നീ എന്താ ഈ പറയുന്നേ? ഇങ്ങനെ നടന്നാ മതിയോ? നമുക്ക് നാടകം കളിക്കണ്ടേ? പ്രഭാകരൻ എവിടെ? ഞങ്ങള് നാടൻ കളിയൊക്കെ നിർത്തി. നിർത്തിയോ? പിന്നെ ഞാൻ നിങ്ങൾ ദേഷ്യത്തിൽ പറഞ്ഞെന്ന് വെച്ച് നിങ്ങളത് കാര്യത്തിലെടുക്കാവോ? നീ അറിഞ്ഞോ? സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നാടകമാടുള്ള അവാർഡ് നമ്മുടെ പ്രഭാകരനാ. നേരം? എന്നിട്ട് പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ. ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ചു പറഞ്ഞതാ. നാളത്തെ പത്രത്തിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും. നല്ല നാടകത്തിലുള്ള അവാർഡ് നമുക്കാടാ. നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലമൊന്നുമില്ല. ഞാൻ പ്രഭാകരന്റെ വീട്ടിലും പോയിരുന്നു. വീട്ടിൽ പോയി എങ്ങനെയാണ്? പ്രഭ ഭ്രാന്താശുപത്രിയിലല്ലേ? പ്രശാന്തി മെന്റൽ ക്ലിനിക്കിൽ. ഭ്രാന്താശുപത്രിയിലും? ആരോടും പറയരുത്. സത്യമായിട്ടൊന്നും ഭ്രാന്തൊന്നുമില്ല. പ്രഭയ്ക്ക് ഭ്രാന്താശുപത്രി ജോലി കിട്ടി. അതാ. പ്രശാന്തി മെന്റൽ ക്ലിനിക്. നേരാണോ വക്കസിൻ ചേട്ടാ? എനിക്കാണോ ഇപ്രാവശ്യത്തെ അവാർഡ്? അതേടാ മോനെ. ചേട്ടാ, ഈ ബെസ്റ്റ് ആക്ടറിന് എന്റെ പേരൊന്നും പരിഗണനയിൽ വന്നില്ലേ? നിന്റെ പേര് ജഡ്ജിങ് കമ്മിറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ? എടാ, നീ 3 പ്രാവശ്യം ഡയലോഗ് തെറ്റിച്ച് ഒഴിച്ചാൽ നാടകത്തിൽ ഒരു കുഴപ്പമില്ലെന്നാണ് അവരുടെ ഏകകണ്ഠമായ അഭിപ്രായം. അല്ല, ഇവനത് എന്ത് പറ്റി? അത് ഞങ്ങൾ യമുനയെ രക്ഷിക്കാൻ വേണ്ടി അന്ന് ബക്കറ്റൻ ചേട്ടൻ വണ്ടി ഇറക്കി വിട്ടപ്പോ പെട്ടെന്നുണ്ടായ ഷോക്കിൽ സംഭവിച്ചതാ. എന്റെ കർത്താവേ, എന്നോട് പൊറുക്കണേ. പ്രഭാകരന് അത്രമാത്രം ആത്മാർത്ഥതായിരുന്നു ചേട്ടനോട്. കുറ്റബോധം എന്നെ വേട്ടയാടുന്നു പ്രഭാകര. എനിക്കും ഷോക്ക് വന്നതാ. ഭാഗ്യത്തിന് ഇവനെ പോലെ വട്ടായില്ല. നിനക്കിനി പ്രത്യേകിച്ച് വട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചേട്ടാ, ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഞാൻ ഭ്രാന്തനായിട്ട് അഭിനയിക്കുകയല്ലേ? വേണ്ട. ഇപ്പോഴും സ്റ്റേജിലാണെന്നാണ് അവന്റെ വിചാരം. ഭ്രാന്തൻ റോളിന് പ്രഭാകരനെ വെല്ലാൻ വേറെ ആള് ജനിക്കണം. അറം പറ്റിയല്ലോടാ മോനെ. ചേട്ടാ, സത്യമായിട്ട് എനിക്ക് ഭ്രാന്തില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഒരു പ്ലാൻ അല്ലേ? പറഞ്ഞു കൊടുക്കണം പുല്ലേ. കണ്ടോ, വയലന്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ എന്ത് ചെയ്യും? ഡോക്ടർമാര് വളരെ വില കൂടിയ മരുന്നുകളാണ് കുറിച്ച് തന്നിരിക്കുന്നത്. പോരാത്തിന് ഡെയിലി 6 നേരം ഫ്രൂട്ട്സും പാലും വാങ്ങിച്ചു കൊടുക്കണം. ഇതിനൊക്കെ കാശിന് ഞാൻ എവിടെ പോകും? നല്ല കാര്യമായി പോയി. വിശ്വകലാ തിയേറ്റേഴ്സിന് അഭിമാന സ്തംഭം ഇങ്ങനെ ഭ്രാന്തനായി കിടന്ന് മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് എത്ര കാശ് വേണം പറ? 1000 രൂപയുണ്ട്, പിടിച്ചു. താങ്ക് യു. ദാനശീലത്തിൽ കർണന്റെ ചേട്ടനാണ് വക്കത്തൻ ചേട്ടനെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതൊന്നും സാരമില്ല. വീണ്ടും നാടകം കളിക്കാൻ തുടങ്ങുമ്പോ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഞാൻ തിരിച്ചു പിടിച്ചോളാം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒരുമാതിരി ആസാക്കരുത്. 6 നേരം ഫ്രൂട്ട്സ് നിന്റെ അച്ഛനും മേടിച്ചോണ്ട് കൊടുക്കണ.
എന്റെ അച്ഛന് ഫ്രൂട്ട്സ് അത്ര ഇഷ്ടമല്ല. ഞാൻ ഇതിനകത്തുള്ള കാര്യം നീ എന്തിനാ മാപ്പിളോട് ചെന്ന് ഉലത്താൻ പോയത്? അത് ഒരു അബദ്ധം പറ്റി. അല്ല, അബദ്ധം പറ്റിയാണെന്ന് എനിക്ക് തോന്നും. എന്നാൽ അതല്ല കാര്യം. എടാ, വക്കച്ചൻ ചേട്ടന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറിക്കോട്ടെ എന്ന് കരുതി ഞാനിട്ട ഒരു പരിപാടിയാ. യമുനയുടെ കാര്യം പുള്ളി അറിയാനും പാടില്ല. എടാ പോളെ, നീ കടയിൽ പോയി കുറച്ച് വിഷം വാങ്ങിച്ചോണ്ട് പോടാ. എന്ത് വിഷം? എന്ത് വിഷമെങ്കിലും ആയിക്കോട്ടെ, എന്നിട്ട് അതെനിക്ക് കലക്കിത്ത. എടാ പരമ തെണ്ടി, നിന്റെ ഒടുക്കലത്തെ ഒരു ഐഡിയ കാരണമാ ഞാൻ ഈ കോലത്തിൽ ഇതിനകത്തായത്. എന്റെ കൺമുന്നിൽ കണ്ടുപോരുത്. പോടാ പോടാ. ഹലോ, പ്രസ് ക്ലബ് അല്ലേ? ഞാൻ ചിറ്റാർ വക്കച്ചനാ. അതെ അതെ, വിശ്വനാഥ് തിയേറ്റേഴ്സിലെ വക്കച്ചൻ തന്നെ. പിന്നെ ഞാനിപ്പോ വിളിക്കാൻ കാരണം, ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ എന്റെ ട്രൂപ്പിടെ നടൻ പിരപ്പംകോട് പ്രഭാകരനല്ലേ, അയാൾ ഇവിടെ പ്രശാന്ത് മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ട്. അത് പിന്നെ പെട്ടെന്ന് ഒരു ഷോക്ക് ഉണ്ടായതാ. അത് അത് അതൊക്കെ നേരിട്ട് പറയാന്നേ. ഇങ്ങോട്ട് പോരെ. ഞാൻ ഇവിടെ ഉണ്ടാവും. വേഗം പോരെ. ശരി. എന്താ ഇത്? പത്രക്കാരാ, പ്രഭാകരന്റെ വാർത്ത കൊടുക്കണ്ടേ? പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റിയ രോഗം വല്ലതും ആണോ ചേട്ടാ? എടാ, പ്രഭാകരന് വേണ്ടിയല്ല, നാടകത്തിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാ. നാടകത്തിന് പൊരിഞ്ഞ ബുക്കിംഗ് ആയിരിക്കും. എന്നാ എന്റെ ഒരു ഫോട്ടോ കൂടെ കൊടുക്കാൻ പറയണേ. എന്തിന്? അവന്റെ പറ്റിന്റെ കാരണക്കാരൻ നീയാണെന്ന് പറഞ്ഞോണ്ടോ? വന്നേ വന്നേ, വേഗം വന്നു. എടുത്തോ, ഇഷ്ടം പോലെ എടുത്തോ, ഇഷ്ടം പോലെ എടുത്തോ. എന്താ അഭിനയ കാര്യം? ട്രൂപ്പിന്റെ പേര് പറയുന്നത് വിശ്വകലാ തിയേറ്റേഴ്സ്. എന്റെ പേര് ചിറ്റാർ വക്കച്ചൻ. വക്കച്ചൻ. എന്താ എന്താ എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്, ഒറ്റയാണ് എടുത്തോരുത്. മണ്ടത്തിനെ പറയത്. ഇക്കാലത്ത് പത്രത്തിൽ ഒരു ഫോട്ടോ അച്ചടിച്ച് വരുന്നത് നിസ്സാര കാര്യമാണോന്നാ ചോദിച്ചത്. ഒരു ഫോട്ടോ ഇവിടെ എടുത്തോ. ആത്മാർത്ഥ സുഹൃത്തിനെ ആശ്വസിപ്പിക്കുന്ന അതുല്യ കലാകാരൻ പോൾരാജ്. അരങ്ങിലെ പോലെ ജീവിതത്തിലും പത്രക്കാരൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അരങ്ങിൽ ഭ്രാന്തനായി അഭിനയിച്ച് ജീവിതത്തിലും ഭ്രാന്തനായി തീർന്ന അതുല്യനായ കലാകാരൻ. പ്രഭേ, തൃപ്തിയായല്ലോ നിനക്ക്? ഏതായാലും നീ ആള് ഫേമസ് ആയില്ലേ? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അയ്യോ, എവിടെ? എന്ത് പറ്റി? സോപ്പ് തേച്ച് ഒന്ന് കുളിച്ചു നോക്ക്. പോളെ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ ചെയ്തതൊക്കെ കുഴപ്പമാണെന്ന് നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യമുനയെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നീ ആരാകും? വലിയ ഹീറോ. അവിടെ 11 എനിക്കൊന്നുമില്ലെന്ന്. പത്രത്തിൽ നിന്നാണ് ഞങ്ങൾ വിവരം അറിഞ്ഞത്. പല നാടകക്കാരികളും കൈവശം തന്നതായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് ഒരു അസുഖമില്ല. അമ്മയെ പ്രാന്തനും മനുഷ്യനും എന്ന ഞങ്ങളുടെ പുതിയ നാടകത്തിന് വേണ്ടി പ്രാന്തന്മാരുടെ അനുഭവം പഠിക്കാൻ ഞാൻ ഒരാഴ്ച ക്യാമ്പ് ചെയ്തതല്ലേ. പത്രക്കാർ തെറ്റിദ്ധരിച്ചു, ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഈശ്വര, ഇവൻ എന്തൊക്കെയായി പറയുന്നത്? കുടുംബത്തിൽ ആകെ കൂടിയുള്ള ഒരു ആന്തരിക ഞങ്ങളോട് ഈ കടുങ്കൈ ചെയ്തല്ലോ. ഓ, കിടന്ന് കരയാതെ അമ്മേ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ദാ നോക്ക്, അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുപ്പീനെ. നമസ്കാരം. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നീ വീട്ടിൽ വന്നപ്പോ ഒരു വാക്ക് പറഞ്ഞോടാ ദുഷ്ട. ഇനിയും ചെന്ന് പത്രക്കാരൻ നാട്ടുകാരെ വിളിച്ചോണ്ട് പാടാ. ഞങ്ങളുടെ ചേട്ടൻ എന്താ പറ്റിയ? ഒന്ന് തുറന്നു പറഞ്ഞേ. അല്ല, ഇപ്പൊ ഭ്രാന്തിന് പല കാരണങ്ങളും ഇങ്ങനെ- നിനക്കറിയാം, ഒരു കാര്യമില്ലാതെ എന്റെ മോനിത് സംഭവിക്കുവോ? അല്ലമ്മേ, നിറച്ച് കാശ് കിട്ടാനുള്ള ഏർപ്പാടുണ്ടാക്കിയ ശേഷമാണ് പ്രഭാകരൻ ഭ്രാന്തനായത്. ഭ്രാന്ത് വന്നതിന് ശേഷം കാശ് കിട്ടിയിട്ട് എന്താ കാര്യം? അല്ലമ്മേ, ഇതിലൊരു വലിയ രഹസ്യമുണ്ടാ. എല്ലാവരും മാറിക്കേ. ഒരു കലാകാരൻ മറ്റൊരു കലാകാരൻ നൽകുന്ന സ്വീകരണമാണ്. സാറേ, ആ തലയൊന്നും നീട്ടിക്കേ, ഈ മാലയൊന്നും ഇട്ടോട്ടെ. കൊണ്ടുപോളൂ. അയ്യോ, ഇന്നല്പം കൂടുതലാണല്ലോ. സ്വല്പം ലേശം. സാരമില്ല, സാറേ, തലയൊന്നും കിട്ടി അത് മാലയൊന്നും ഇട്ടോട്ടെ. അയ്യോ, എന്റെ മോന് ഭ്രാന്ത് പിടിച്ചേ. അമ്മേ, അമ്മേ, ഒരു കാര്യം. ആ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. വരണം, വന്നാട്ടെ, വന്നാട്ടെ. മോളെ, അമ്മയുടെ എല്ലാ പ്രതീക്ഷകളും
നശിച്ചു മോളെ. സ്വന്തം ഒന്ന് പറയാൻ പോലും നമുക്കിവിടെ ആരുമില്ല. എത്ര ദിവസം എന്ന് വെച്ചാ നീ ഇതിനകത്ത് കഴിയ. നിന്നെ ഇങ്ങനെ കാണാൻ ഈ അമ്മയ്ക്ക് ശക്തിയില്ല മോളെ. മോളുടെ മനസ്സറിയാവുന്ന ഈ അമ്മ പറയാൻ പാടില്ലാത്താണ്. നീ കൃഷ്ണകുമാറിനെ വിവാഹം കഴിക്കണം. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വഴിയെ കാണുന്നുള്ളൂ. അത് വേണ്ടമ്മേ. അയാള് വിവാഹം കഴിക്കുന്നതിലും ഭേദം ഈ സെല്ലിൽ കിടക്കുന്നതാണ്. ഇതിനകത്ത് കിടന്ന് ഞാൻ മരിച്ചാലും എന്റെ ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിക്കാനുള്ള ധൈര്യക്കുറവുണ്ടാ. അതെനിക്കറിയാം. ബീനയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ഒറ്റയ്ക്കിരുന്ന് എന്നോട് പറയാനുണ്ടാവും. ഒരു കാമുകിയുടെ വികാരം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പറയൂ. അതിനൊന്നല്ല ഇവിടെ വരാൻ പറഞ്ഞത്. പിന്നെ ഇന്ന് രാത്രി യമുനയുടെയും പ്രഭാകരന്റെയും സെല്ല് ഞാൻ തുറന്നു കൊടുക്കാം. ലീലാമ്മ സിസ്റ്ററിന്റെ എന്റെ അറ്റൻഡേഴ്സ് ഇന്ന് ലീവാണ്. ആനി സിസ്റ്റർക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി. അവര് കിടന്ന് ഉറങ്ങിക്കോളും. ഇന്ന് നല്ലൊരു ചാൻസാ. രാത്രി ഒരു 11 മണിയോട് അടുക്കുമ്പോ പോള് ഹോസ്പിറ്റലിന് തെക്കുവശത്തുള്ള റോഡിൽ വന്ന് നിൽക്കണം. അത് ഞാൻ ഏറ്റു. ദേ, ജീവൻ പണയം വെച്ചുള്ള സാഹസമാ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓർമ്മയുണ്ടല്ലോ? ബീന ഒന്നും കൊണ്ട് പേടിക്കണ്ട. നന്മ ചെയ്യുന്ന മനസ്സുകളോടൊപ്പം ദൈവം എന്നും ഉണ്ടാകും. ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെട്ടോണം. ഹോസ്പിറ്റലിന്റെ തെക്കുവശത്തുള്ള മതിൽ ചാടി വേണം പോകാൻ. പോൾ അവിടെ കാത്തു നിൽപ്പുണ്ടാവും. യമുന താഴെ വരുമ്പോ പ്രഭാകരൻ അവിടെ ഉണ്ടാവണം. പിന്നെ എല്ലാം സൂക്ഷിച്ചു വേണം. ദാ, ഇത് പോള് തന്നയച്ചതാ. എന്തോ ഡ്രസ്സാണെന്ന് തോന്നുന്നു. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു വെരി മച്ച്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. പ്രഭാകരൻ ഉടനെ താഴെ വരും. പിന്നെ സെക്യൂരിറ്റിക്കാരുടെ കൺമുമ്പിൽ പെടരുത്. ഞാൻ പോയി അല്പം കഴിഞ്ഞ് യമുന ഇറങ്ങിയാ മതി. ഈ ഉപകാരം അതൊക്കെ പിന്നെ മതി. ഞാൻ ഇറങ്ങട്ടെ.
അവര് പുറത്തു തന്നെയുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതിന്റെ അടിയിലെങ്ങനെ ഇത് കണ്ട ആ ഭരണങ്ങാനത്തൊന്നും വരുന്നതല്ലേ? അതെ അതെ ഇത്രയും വൈകിയപ്പോ നിങ്ങൾ ഇനി ഇന്ന് എത്തുകയില്ലെന്നാ കരുതിയത്. അതെയോ? ധ്യാനം കൂടാൻ വന്ന ബാക്കി സിസ്റ്റേഴ്സ് എല്ലാം 6 മണിക്ക് മുമ്പ് തന്നെ എത്തി. ട്രെയിൻ ലേറ്റ് ആയി പോയതുകൊണ്ട് വൈകിപ്പോയതാ. നിങ്ങൾ ആഹാരം വല്ലതും കഴിച്ചതാണോ? ഒന്നും കഴിച്ചില്ല. കുടൽ കത്തിക്കരിയുന്ന വിശപ്പാണ്. എന്നാൽ ഡൈനിങ് ഹാളിലേക്ക് പോയിക്കോളൂ. നിൽക്കൂ. എന്താ ഈ കർച്ചിഫ് മൂക്കിൽ തന്നെ വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് നല്ല ജലദോഷ. ഹച്ചി, നല്ല പനി. 110 ഡിഗ്രി വീതമുണ്ട്. അതെയോ? എന്നാ ഇന്നിനി ഒന്നും കഴിക്കണ്ട, റെസ്റ്റ് എടുത്തോളൂ. ദേ റൂം നമ്പർ 34ലേക്ക് പോയിക്കോളൂ. പനി അല്പം കുറഞ്ഞിട്ടുണ്ട്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസ്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസാണ് നഷ്ടപ്പെട്ടത്. അവന്റെ ഒരു ഒടുക്കലത്തെ ഫുഡ് അവന്മാരുടെ കൈ കിട്ടി നമ്മളെ ജീവനോടെ വെച്ചേക്കില്ല. അത് ഉറപ്പുള്ളത് കൊണ്ട് നല്ലതുപോലെ ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് മരിക്കാമെന്ന് പറയുന്നത്. അവന്മാർ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇപ്പൊ പുറത്തു പോകുന്ന അപകടം ഇവിടെ തന്നെ കൂടാം. എത്ര നേരമായി ഈ കർച്ചീഫും പിടിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അതെ, നമുക്ക് ഈ മീശ കരിച്ചു കളഞ്ഞാലോ? ചേട്ടനെ ആ തന്നെ താനങ്ങ് കരിച്ചോണ്ടാ മതി. ഈ മോന്തയില് മീശ ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്കാ. പിന്നെ കിടന്നുറങ്ങാൻ നോക്ക്. പോത്തുപോലെ കിടന്നുറങ്ങിക്കളയരുത്. അവന്മാര് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പ സ്ഥലം വിടണം. വല്ലാത്ത ഉഷ്ണം. തിക്കല്ലടാ.